സൗമ്യ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദച്ചാമി പിടിയിൽ. പോലീസ് പിടികൂടിയത് 4 കിലോമീറ്റർ അകലെ തളാപ്പിലെ വീട്ടുകിണറ്റിൽ നിന്നും. ജയിലിലുണ്ടായത് കനത്ത സുരക്ഷാ വീഴ്ച. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വിശദമായി അന്വേഷിക്കുമെന്ന് ജയിൽ മേധാവി. പിടികൂടാൻ സഹായിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ പോലീസ്. ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇതല്ല സിസ്റ്റം, അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം. അതാണ് സംഭവിച്ചത്. നാണക്കേടിന്റെ പടുകുഴിയിൽ ജയിൽ വകുപ്പ്. വൈദ്യുതി വേലി പോലും കൊടും കുറ്റവാളിക്ക് തടസ്സമായില്ല. ചാടിപ്പോയത് അറിയാനും വൈകി. പോലീസിനെ വിവരം അറിയിച്ചത് രാവിലെ 7 മണിക്ക്. കണ്ടെത്താൻ സഹായിച്ചത് നാട്ടുകാരനായ വിനോജിന് തോന്നിയ സംശയം. ഞാൻ നോർമലി വണ്ടി ഓടിക്കുന്ന ആ ഇടത് സൈഡ് തന്നെയാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇന്ന ആളാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നമുക്ക് നോക്കാമെന്ന് ഇതാ ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആളോടനെ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകണം ചെയ്തിട്ടുണ്ട്. സ്കൂൾ സമയമാറ്റം പിൻവലിച്ചേക്കില്ല. സമസ്തയടക്കമുള്ള സംഘടനകളുമായി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയിൽ മുൻധാരണയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കനത്ത മഴ മുന്നറിയിപ്പ്. 2 ജില്ലകളിലും 3 താലൂക്കുകളിലും അവധി. നെയ്യാർ റിസർവോയറിലും കോഴിക്കോട് പുഴയിലും യുവാക്കൾ മുങ്ങി മരിച്ചു. തിരുവല്ലയിൽ കാർ കുളത്തിലേക്ക് വീണും മരണം. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനും വഴിമുട്ടി. ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുതിർന്ന ഉദ്യോഗസ്ഥർ. DCP സൗമ്യലത പിന്മാറി. അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എപ്പോൾ എത്തുമെന്നതിലും വ്യക്തതയില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് അതിസാഹസികമായി പിടികൂടി. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗോവിന്ദച്ചാമിയെ പിടിച്ചത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കെട്ടിടം വളഞ്ഞത്. കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി മണിക്കൂറുകളോളം പോലീസിനെ മുൾമുനയിൽ നിർത്തി. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ 4ാം നമ്പർ സെല്ലിലായിരുന്നു കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിലെ 2 കമ്പികൾ അറുത്തുമാറ്റി. പുലർച്ചെയാണ് ജയിൽ ചാടിയത്. ഇക്കാര്യം ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞത് മണിക്കൂറുകൾ വൈകി. നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ന് രാവിലെ കാലത്തെ 4:15 ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി എന്ന തടവുകാരെ ജയിലിൽ ചാടിയിട്ടുണ്ട്. സംഭവം പുറത്തറിഞ്ഞതോടെ മുക്കിലും മൂലയിലും പരിശോധന. ജയിൽ ചാടുമ്പോൾ ഗോവിന്ദച്ചാമി ഉപയോഗിച്ച തലയിണ ലഭിച്ചു. അതിന്റെ മണം പിടിച്ച പോലീസ് നായ നീങ്ങിയത് തളാപ്പ് ഭാഗത്തേക്ക്. ഇതിനിടെ നാട്ടുകാരിൽ ഒരാൾ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞതാണ് നിർണായകമായത്. ഗോവിന്ദച്ചാമി എന്ന് ദൃക്സാക്ഷി വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയ ശേഷം ഇടവഴിയിലേക്ക് ഓടിമറിഞ്ഞു. ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞ VM വിനോജ് എന്നയാൾ ടൗൺ പോലീസിനെ വിവരമറിയിച്ചു. അപ്പം ഞാൻ നോർമലി വണ്ടി ഓടിക്കുന്ന ആ ഇടത് സൈഡ് തന്നെയാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് നോക്കി നോർമലി അങ്ങ് നടന്നുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇത് ഇന്ന ആളാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് തിരിയുമ്പോഴേക്കും ആളെ വിളിച്ചപ്പോഴേക്കും ആൾ തൊട്ടെന്ന് തന്നെ പേര് വിളിച്ചു, ഇതാ ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആൾ ഉടനെ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇല്ല ഉടനെ തന്നെ ഞങ്ങൾ ഈ എൻ്റെ കൂടെയുള്ള ആൾ അവിടെ വരെ ചെന്ന് നോക്കും. അവനെ മതിലിനുള്ളിൽ കാട്ടിലൂടെ അങ്ങോട്ടേക്ക് ഓടി. ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. DCC ഓഫീസിന് മുൻവശത്തുകൂടി ഗോവിന്ദച്ചാമി പോകുന്ന CCTV ദൃശ്യം പുറത്തു വന്നതോടെ ഇയാൾ സമീപത്തെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു. DCC ഓഫീസിന് സമീപത്തുള്ള പോലീസിന്റെ പിറകുവശത്തെ കിണറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി.
പിന്നെ സാഹസികമായ പിടികൂടൽ. മൂന്ന് മണിക്കൂറിലധികമാണ് ഗോവിന്ദചാമി കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. ഹൈടെക് സംവിധാനം അടക്കമുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദചാമി പുറത്തു വന്നത് വ്യക്തമായ ആസൂത്രണത്തോടെ തന്നെയാണ്. 7 മീറ്റർ ഉയരമുള്ള ജയിൽ കോമ്പൗണ്ടിന്റെ മതിലും ഇലക്ട്രിക് ഫെൻസിംഗും ഉണ്ടായിട്ടും ഇവയെല്ലാം മറികടന്നാണ് ഗോവിന്ദചാമി പുറത്തെത്തിയത്. സെല്ലിലെ കമ്പി മുറിക്കാനുള്ള ആയുധം മുതൽ മാറിയിടാനുള്ള ഷർട്ടുകൾ വരെ ഗോവിന്ദചാമിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിലും ദുരൂഹത തുടരുകയാണ്. ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി തനിയെ എങ്ങനെ ജയിലിന് പുറത്തെത്തി എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടേണ്ടതുണ്ട്. കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന 10ാം ബ്ലോക്കിൽ നിന്നും ഗോവിന്ദചാമി പുറത്തുകടക്കാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണം. എന്നാൽ അതീവ സുരക്ഷയുള്ള ഹൈടെക് സംവിധാനമുള്ള ജയിലിൽ നിന്നും എങ്ങനെ ഒറ്റക്കയ്യനായ ഒരാൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പുറത്തെത്താനാകും എന്നതാണ് ചോദ്യം. ഇതിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചുവെന്നാണ് പരിശോധിക്കേണ്ടത്. സഹതടവുകാർ മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടാവണം. നിരവധി വീഴ്ചകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ജയിൽ അധികൃതരാണ്. സെല്ലിലെ കമ്പികൾ മുറിക്കാനുള്ള ആയുധങ്ങൾ ഗോവിന്ദചാമിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ജയിൽ CCTV നിരീക്ഷിക്കേണ്ടവരും പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും എവിടെയായിരുന്നു? 3 മതിലുകൾ ചാടിക്കടന്നു വേണം ഗോവിന്ദചാമിക്ക് പുറത്തെത്താൻ. ഈ സമയമൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എന്ത് ചെയ്യുകയായിരുന്നു? 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നും പുലർച്ചെ 1:15 ഗോവിന്ദചാമി പുറത്തിറങ്ങി. ഇവിടെ വെളിച്ചമില്ലായിരുന്നു. CCTV ഉള്ളത് വരാന്തയിൽ മാത്രം. 3 മതിലുകൾ ചാടിക്കടക്കാൻ എടുത്ത 4 മണിക്കൂർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ജയിലിൽ വെള്ളവസ്ത്രങ്ങളാണ് തടവുപുള്ളികൾക്ക് നൽകുക. എന്നാൽ ജയിൽ ചാടിയ ഗോവിന്ദചാമി കറുത്ത ഷർട്ടും പിന്നീട് വെള്ളവസ്ത്രവും മാറിയതെങ്ങനെ? ഇയാൾക്ക് വസ്ത്രം എവിടെ നിന്ന് കിട്ടി? ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നുവെന്നും 1:10 വാർഡൻ ടോർച്ചടിച്ച് പരിശോധിച്ചപ്പോൾ ഗോവിന്ദചാമി ചുവരിനോട് ചേർന്ന് പുതച്ചുമൂടി കിടന്നുറങ്ങുകയായിരുന്നുവെന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജയിൽ ചാടിയപ്പോൾ പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ തലയിണ താഴെയിട്ടുവെന്നും ഇത് മണം പിടിച്ചാണ് പോലീസ് നായ ഇയാളിലേക്ക് എത്തിയതെന്നും അധികൃതർ. ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടാണ് ചാടിയിരിക്കുന്നത്. ബാക്കി അതിനുശേഷം പുറത്തോട്ട് എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും വ്യാപകമായ അതെ, ജയിലിന്റെ അടിസ്ഥാനത്തിലുള്ള CCTV പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം പ്രത്യേകിച്ചിട്ട് കറുത്ത ഷർട്ട്, കറുത്ത പാന്റ് തുടങ്ങിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ DGPയുടെ സന്ദർശനം നടക്കാനിരിക്കെയാണ് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നതും ഗൌരവം കൂട്ടുന്നു. ജയിൽ ചാടാനായി ഗോവിന്ദചാമി മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല. മാസങ്ങളായി കഴിച്ചത് ചപ്പാത്തി മാത്രം. ഇതിനായി ഡോക്ടറിൽ നിന്നും പ്രത്യേക അനുമതിയും വാങ്ങി. ശരീരഭാരം പകുതിയായി കുറച്ചു. കമ്പിക്കുള്ളിലൂടെ കടക്കണമെങ്കിൽ തടിച്ച ശരീരമുള്ളയാൾക്ക് സാധിക്കില്ല. ഇതായിരുന്നു ലക്ഷ്യം. ന്യൂസ് 18 കണ്ണൂർ. ഗോവിന്ദചാമിയുടെ ജയിലിൽ ചാട്ടം സർക്കാരിനെതിരായ വലിയ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം. മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തി കൊടും കുറ്റവാളി ജയിൽ ചാടിയത് ഉദ്യോഗസ്ഥരുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയെന്നാണ് ആരോപണം. ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതുകൊണ്ട് മാത്രം സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. CPM പ്രവർത്തകരായ തടവുകാർക്ക് നിയമവിരുദ്ധമായി പല സഹായങ്ങളും ലഭ്യമാകുന്നുവെന്ന് നേരത്തെ ആക്ഷേപമുള്ള ഇടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിന് തെളിവുകളും പുറത്തു വന്നതാണ്. അവിടെയാണ് വീണ്ടും ഒരു ഗുരുതര വീഴ്ച. എല്ലാ സുരക്ഷാ കവചങ്ങളും ഭേദിച്ച് കുപ്രസിദ്ധനായ ക്രിമിനൽ ഗോവിന്ദചാമി പുറത്തെത്തി. ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത് ആശ്വാസമെങ്കിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ഉണ്ടായ സംഭവം ജയിൽ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടാണ്. തടവുകാർക്ക് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന ആക്ഷേപത്തിന് കൂടുതൽ ബലം പകരുന്നതാണ് ഈ സംഭവം. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ചുമതലയുള്ള
ഇതോടെ സിസ്റ്റം തകരാറിന്റെ പരിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇതെല്ലാം. സിസ്റ്റം അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം അതായിരുന്നു, അതാണ് സംഭവിച്ചത്. ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ CPMന്റെ താവളങ്ങളായിട്ട് മാറുന്നു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവരെയും നൈറ്റ് ഓഫീസർ റിജോയെയും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ റേഞ്ച് IG സംഭവം അന്വേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉറപ്പെന്ന് ജയിൽ മേധാവി ന്യൂസ് 18നോട്. ഗോവിന്ദചാമിക്ക് വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ജയിൽ നോർത്ത് മേഖല DIG വിശദമായ അന്വേഷണം നടത്തുമെന്നും ജയിലിലെ സുരക്ഷ അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ കണ്ണൂർ ജയിലിൽ ഉണ്ടായത്. പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ ജയിൽ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ നമുക്കുണ്ട്. ഒരു കാരണം മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് വിവരം കിട്ടുമ്പോൾ ഒരു ദിവസം 7 മണിക്ക് വിവരം കിട്ടുമ്പോൾ പെട്ടെന്ന് പോലീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് കണ്ണൂർ സിറ്റി പോലീസ് വളരെ സജീവമായി എടുത്തിട്ട് കൂടാതെ മീഡിയയിലെ ആൾക്കാരിനെ പെട്ടെന്ന് ഫ്ലാഷ് ആക്കിയിട്ട് മീഡിയയിലെ ഈ വിവരം ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു 4 മണിക്കൂറിന് അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സാധിക്കാൻ ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യങ്ങൾ താങ്കൾ പറയുന്നു ഇതിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടോ, പ്ലാനിംഗ് ഉണ്ടോ, അത് DIG പ്രിസൺ, DIG ജയിൽ നോർത്ത് മേഖല അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ വിശദമായി പോയിട്ട് നോക്കിയിട്ട് ആർക്ക് ഭാഗം വീഴ്ച ഉണ്ടെങ്കിൽ നെറ്റ്പടി വരും, ആർക്ക് ഭാഗം തെറ്റുണ്ടെങ്കിൽ അതിൽ വരുന്ന നെറ്റ്പടിയും നമുക്ക് മുന്നോട്ട് ഇത് എങ്ങനെ തടയണം അതിൽ കൃത്യമായി നമ്മുടെ ഒരു നിർദ്ദേശങ്ങൾ അയക്കാം. അതുവേണ്ടി മാത്രമേ എനിക്ക് ഈ സമയം പറയാനുണ്ട്. ഒരു ഒറ്റ കാര്യം കൂടി സാർ, ഈ ഫെൻസിങ്, ഈ മതിലിന്റെ ഫെൻസിങ്, വൈദ്യുതി ഫെൻസിങ് ആ സമയത്ത് ഓഫായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കാരണം നമുക്ക് ഇത് കോർഡിനേഷനിൽ പിടിക്കുക, അതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാം. അതുവേണ്ടി DIG എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നോക്കുന്നുണ്ട്. കാരണം ഏകദേശം ഒരു വർക്കിംഗ് ആണോ ഇല്ല അതും നോക്കണം. ഏത് ഏരിയയിൽ വർക്കിംഗ് ആണോ, ആ സമയം കറന്റ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമുക്ക് നോക്കാം. കാരണം നമ്മുടെ ഇത് ആൾക്കാർ സെർച്ചിങ്ങും അതിൽ മൊത്തം കോൺസെൻട്രേറ്റ് ആയിരുന്നു ഇപ്പൊ വരെ. ഓക്കെ, അപ്പൊ ഈ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഇനി അങ്ങോട്ട് അന്വേഷിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, കാരണം ഇപ്പോൾ 4 മണിക്കൂറിൽ നമ്മുടെ ആളിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കി പോലീസ് നോക്കും. പിന്നെ ജയിലിലെ കാര്യങ്ങൾ ജയിൽ DIG വളരെ വിശദമായി പഠിച്ചു ചെയ്തിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിടിയിലാകുമ്പോൾ ഗോവിന്ദചാമിയുടെ കൈവശം ആയുധമുണ്ടായിരുന്നുവെന്ന് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് എന്നോടൊപ്പം ചേരുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാം. 4 മണിക്കൂറിനകം ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇതേക്കുറിച്ച് നമ്മോട് പറയും. എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ തന്നെ വളരെ വലിയൊരു ജാഗ്രതയോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ണൂർ ACP പ്രദീപൻ, അതുപോലെ ടൗൺ SHO ശ്രീജിത്ത്, നമ്മുടെ ബാക്കിയുള്ള സ്ക്വാഡിലെയും ഡാൻസാഫിലെയും മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ, അവരെല്ലാം തന്നെ വളരെ അലേർട്ടോടും ജാഗ്രതയോടും കൂടി തന്നെ നമ്മൾക്ക് ഈ പ്രതിയുടെ പിന്നാലെ, ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ട് തുടർന്ന് വലിയ രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിൽ കൂടി മീഡിയ വഴിയൊക്കെ നാട്ടുകാർക്കിടയിലേക്കും കൂടി ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഏത് സമയത്താണ് ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെർച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 3.5 മണിക്കൂർ കൊണ്ട് പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഏതെങ്കിലും സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അടുത്തത് ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയിൽ ഈ ഒരു ഭാഗം കൂടെ പോലീസ് പരിശോധിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലേക്കുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ടുന്ന കാര്യമാണ്. ബാക്കി പ്രതിയെ സാക്ഷിയുടെ മൊഴി അത് ഏത് രീതിയിൽ സഹായിച്ചു?
ബാക്കി ഈ വിഷയത്തിൽ പബ്ലിക് വലിയ രീതിയിലേക്കുള്ള ഒരു അലേർട്ട് ഈ വിഷയത്തിലുണ്ടായിരുന്നു. അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പോലീസിന് അലേർട്ട്നെസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ക്രെഡിബിളായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടും ആ ഒരു വലിയൊരു ഏരിയയിൽ വളരെ കൃത്യമായ രീതിയിൽ പ്ലാനോട് കൂടി ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞു. ഇത് ഏതെങ്കിലും ആയുധമോ അങ്ങനെ എന്തെങ്കിലും ഇയാൾ കയ്യിൽ നിന്ന് പിടികൂടുന്നു? ഇയാളുടെ വസ്ത്രം എങ്ങനെയാണ് ഇയാൾ മാറി? അങ്ങനെ അതൊക്കെ കൂടുതലായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നീട് കയ്യിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിരുന്നു? ഇയാളുടെ കയ്യിൽ നിന്ന് അയാൾ പിടികൂടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ചെറിയ ആയുധങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. അതൊക്കെ പോലീസ് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് കോടതിയിൽ. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഉദ്വേഗത്തിനും സസ്പെൻസിനും ഒടുവിൽ തളാപ്പിൽ നിന്ന് തന്നെ ഗോവിന്ദചാമിയെ പിടികൂടുമ്പോൾ ജയിൽ വകുപ്പിന് വലിയ നാണക്കേട്. പക്ഷെ പോലീസിന് അല്പമെങ്കിലും സമാധാനിക്കാം, നഗരം വിട്ടു പോയില്ല എന്ന്. വിവരങ്ങളുമായി KV ബൈജുവും കിരൺ ബാബുവും ചേരുന്നുണ്ട്. ബൈജു, അത്യന്തം നാടകീയവും ഉദ്വേഗജനകവുമായിരുന്നു കണ്ണൂരിലെ ഇന്ന് രാവിലത്തെ സമയം. നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടും ഒരുപക്ഷെ ഒരു നാട്ടുകാരന് തോന്നിയ ബുദ്ധി കൊണ്ടും മാത്രം അയാൾ സമയത്ത് പിടിയിലായി എന്ന് മാത്രമേ അതിനെ കരുതാൻ കഴിയുള്ളൂ. പക്ഷെ അതേസമയം തന്നെ ജയിൽ വകുപ്പിനുണ്ടായ വീഴ്ച അത്ര ചെറുതല്ല, അത്ര നിസ്സാരമായി അതിനെ കാണാനും കഴിയില്ല. ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത ആദ്യം പുറത്തു വരുമ്പോൾ മുതൽ എന്തൊക്കെയാണ് കണ്ണൂരിൽ സംഭവിച്ചത്? തീർച്ചയായും ശ്രീജ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടും കുറ്റവാളിയെ നമുക്ക് ഇയാളെ വിശേഷിപ്പിക്കും. അങ്ങനെയൊരാളെയാണ് ഇത്തരത്തിൽ അതീവ സുരക്ഷാ സംവിധാനമുള്ള ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിലാണ്. ഇതാണ് കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. ഇവിടെ നിന്നും ഒരു 1/2 കിലോമീറ്റർ മാറി അവിടെ ഒരു ഉപയോഗശൂന്യമായ വീട്ടിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഇയാളെ പിടികൂടാനായത്. അതിന്റെ അർത്ഥം ഒരു ദൃക്സാക്ഷി ഒരാൾ ഉണ്ടായിരുന്നു. ഇയാളുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഇയാളെ കാണുകയും എടാ ഗോവിന്ദചാമി എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തതോടുകൂടി ഇയാൾ ആ റോഡിൽ നിന്നും ആ വീട്ടിലേക്ക്, ആ കെട്ടിടത്തിലേക്ക്, പിടികൂടിയ കെട്ടിടത്തിലേക്ക്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്തേക്ക് അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ ആ സ്ഥലം മുഴുവൻ വളഞ്ഞ് പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തിയതിനു ശേഷമാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ ക്യാമറമാൻ സുമേഷ് ബൊറാഴിയും ഞാനും ആ സമയത്ത് അവിടെ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. വലിയ ശബ്ദം ഇതിനകത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. പോലീസ് അതിനകത്ത് അമ്പരപ്പോടെ ഓടുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഇയാൾ പുറകിലുള്ള കിണറിലേക്ക് ചാടുകയായിരുന്നു. അവിടെ കിണറിന്റെ പടിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. അത് നേരത്തെയൊക്കെ വന്ന റിപ്പോർട്ടുകളാണ് ഇയാൾ ഒരു ട്രെയിനിൽ നിന്നും മറ്റൊരു ട്രെയിനിലേക്ക് ചാടാനൊക്കെ കഴിവുള്ള ഒരു ഒറ്റക്കയ്യൻ. ഇയാൾ ആ രീതിയിലുള്ള ഒരാളാണ്. ഇത്രയും ഒരു കൊടും കുറ്റവാളിയെയാണ് വളരെ നിസാരമായ രീതിയിൽ ഇയാൾ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നമുക്ക് ആ ജയിലിന്റെ മതിലിൽ നിന്ന് ഇയാളെ ബെഡ്ഷീറ്റ് തൂക്കിയിട്ടതൊക്കെ കാണാം. വളരെ നിസാരമായി മറ്റേ ഈ വൈദ്യുതി വേലി ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലേ കൂടി നൂറിനാണ് ഇയാൾ താഴേക്ക് വന്നത്. അവിടെ നിന്നും 5 കിലോമീറ്റർ നടന്ന് ഇയാൾ ബസ് സ്റ്റാൻഡിന് സമീപത്ത് എത്തുന്നു. ഈ ബസ് സ്റ്റാൻഡിന് സമീപത്ത് എത്തിയപ്പോൾ ഈ ദൃക്സാക്ഷി ഇയാൾ കണ്ടില്ലെങ്കിൽ ഇയാൾ ഒരു പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇതൊരു 9:30 ഈ സംഭവം നടക്കുന്നത്. 9:30 ഇയാൾ കാണുന്നത്. ആ കണ്ടതിന് ശേഷമാണ് ഇയാൾ പിന്നീട് ആ കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്, നഗരമധ്യത്തിലാണെങ്കിലും ഉപയോഗിക്കാത്തൊരു കെട്ടിടമുണ്ട്. പൊളിച്ച് കളയാൻ മാത്രം ആ രീതിയിലുള്ള കെട്ടിടമാണ്. വലിയ കെട്ടിടമാണ്. അതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ പെട്ടെന്നൊന്നും ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കെട്ടിടമാണ്. അതിന് സമീപത്തൊക്കെ വലിയ കാടുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ പോലീസ് അരിച്ചു പെറുക്കി പിന്നീടാണ് ഈ കെട്ടിടത്തിനകത്ത് നിന്ന് ഇയാളെ കാണുന്നതും പിന്നീട് അയാൾ രക്ഷപ്പെട്ട് തൊട്ട് പിറകിലുള്ള കിണറിലേക്ക് വീഴുന്നതും. എന്തായാലും ഇതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾക്ക് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ശ്രീജ, നമ്മൾ രാവിലെ ഈ വാർത്ത ആദ്യം പുറത്തു വിടുമ്പോൾ ഇയാളുടെ ഒരു ഫോട്ടോ നമുക്ക് ജയിലിൽ നിന്നും കിട്ടിയിരുന്നു. ആ ഫോട്ടോ ഈ ഗോവിന്ദചാമിയാണ്. ഇയാളെ കണ്ടുകിട്ടുന്നവർ ഇന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നൽകിയ ഫോട്ടോ ആണ്. പക്ഷെ ആ ഫോട്ടോവും ഇയാളെ പിടികൂടിയപ്പോൾ ഉണ്ടായിരുന്ന ഇയാളെ താടി വെച്ച ഇയാളുടെ രൂപവും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരുന്നു. കാരണം നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. കൃത്യമായി അയാൾ ആ ദൃക്സാക്ഷി അയാൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട അയാൾ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അയാളുടെ രൂപവും ഇയാളുടെ ഇപ്പോൾ പുറത്തു വന്ന ഒരു ഫോട്ടോവും ഇയാളുടെ ഇപ്പോൾ പിടികൂടുമ്പോൾ ഉണ്ടായ ഇയാളുടെ രൂപമായി ഒരു സാമ്യമില്ല എന്ന് പറയേണ്ടി വരും. എന്നാലും ഈ കാര്യത്തിൽ ജയിൽ പുള്ളികളുടെ സഹായം, സഹതടവുകാരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ആരോപിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടാണ്. ഏതായാലും ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതല്ലാതെ ഇത്രയും അതീവ സുരക്ഷ, അതായത് ഇയാളെ D ബ്ലോക്കിനകത്ത് ഒരു ചുറ്റുമതിലുണ്ട്. ആ ചുറ്റുമതിലും കടന്ന് മറ്റൊരു ചുറ്റുമതിൽ, അതിൽ ഫെൻസിങ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സമയത്ത് എങ്ങനെയാണ് ആ ഫെൻസിങ് പ്രവർത്തിക്കാതായത്? മാത്രമല്ല ഈ ജയിലിന് ചുറ്റും ക്യാമറകളാണ്. പക്ഷേ
ഒരു ക്യാമറ പോലും നിരീക്ഷിച്ചില്ല എന്നാണ്. കാരണം 1:15 ആദ്യ ക്യാമറയിൽ ഇയാളെ പതിയുന്നത്. അതായത് ഈ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഇയാൾ പുറത്തു കടന്ന് കാണുന്നത്. പിന്നീട് 5 മണിക്കാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥർ ഈ വിവരം അറിയുന്നത്. അത് കഴിഞ്ഞ് 7 മണിക്കാണ് ലോക്കൽ പോലീസിൽ ഈ വിവരം അറിയുന്നത്. 9 മണിയോടുകൂടി പോലീസ് നായ എത്തുന്നു. ഇയാളുടെ തലയണയാണ് പ്രത്യേകിച്ച് പോലീസ് നായ മണം പിടിച്ച് ഈ കൃത്യമായ സ്ഥലത്ത്, അതായത് ഈ ദൃക്സാക്ഷി നൽകിയ മൊഴി CCTV ലഭിച്ച സ്ഥലം, അതേ സ്ഥലത്തേക്ക് പോലീസ് നായ എത്തുകയും പിന്നീട് അവിടെ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ആശങ്കയുടെ മണിക്കൂറായിരുന്നു. കേരളം മൊത്തം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഇയാൾ കർണാടകത്തേക്ക് കടന്നതായി സൂചന ലഭിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിക്കുന്നു, ട്രെയിൻ മാർഗം പോയതായി സൂചന ലഭിക്കുന്നു. ഇത്തരത്തിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായ സമയമാണ്. കാരണം ഇയാളുടെ സ്വഭാവ രീതികൾ, അത് നേരത്തെ ഇയാളെ പിടികൂടിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുകയുണ്ടായി. ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ കൃത്യമായി ഈ ആണായാലും പെണ്ണായാലും മതി എന്ന ഒരു രീതിയിൽ ഇയാൾ നേരത്തെ പറഞ്ഞു എന്നാണ് മൊഴി. അത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അത്ര വലിയ വൈകൃതം നടത്തുന്ന ഒരാളാണ്. ആ ആളാണ് ഇത്തരത്തിൽ ഒരു നഗരമധ്യത്തിലൂടെ എത്തുകയും ഒരുപാട് വീടുകളുള്ള സ്ഥലത്താണ് ഇയാളെ പിടികൂടിയതും. എന്തായാലും ആ രീതിയിൽ ആശങ്കകളൊന്നും വേറെ മറ്റ് ഒന്നുമില്ലാത്തത് ആശ്വസിക്കാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു. ഇയാളെ പിടികൂടുമ്പോൾ കറുത്ത പാൻസും ഒരു ഷർട്ടുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ജയിലിലെ വസ്ത്രം ഇയാൾ അണിഞ്ഞിരുന്നില്ല. അത് ഏത് രീതിയിൽ ഇയാൾക്ക് ഈ വസ്ത്രം കിട്ടി? അതോടൊപ്പം ഇയാൾക്ക് ഈ ഇത്രയും താടിയൊക്കെ വെക്കാൻ എങ്ങനെയാണ് ജയിലിൽ നിന്ന് അനുമതി കിട്ടി? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. തളാപ്പിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പരിശോധനയ്ക്കിടെ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ പെട്ടെന്നായിരുന്നു ഒരു പോലീസുകാരൻ കാണുന്നത്. പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കാൻ ഇതിനിടെ ഗോവിന്ദചാമി ശ്രമിക്കുന്നു. ബൈജുവും ക്യാമറമാൻ സുമേഷ് മൊറായും തത്സമയ വിവരവും ദൃശ്യവും നൽകുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നു ദൃശ്യം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു. അയാളെ വടിയെടുത്ത് ആക്രമിക്കാൻ വരുന്ന ദൃശ്യം. ഇതാ ദൃശ്യം. ഇയാൾ ഈ കെട്ടിടത്തിനകത്തുണ്ട്. തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഗോവിന്ദചാമി ഈ കെട്ടിടത്തിനകത്ത് ഇവിടെ പോലീസിനെ ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചു. കൂടുതൽ പോലീസിന്റെ അകത്തേക്ക് കയറുകയാണ്. എന്തായാലും ഗോവിന്ദചാമിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനമായ വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ നൽകാനുള്ളത്. ആ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 കാണിക്കുന്നത്. ഈ കെട്ടിടത്തിനകത്ത് തന്നെ അയാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും മണിക്കൂർ. ഇതാ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദചാമി പിടിയിലാകുന്നു. പോലീസിന്റെ വലയിലായിരിക്കുന്നു. പോലീസ് അയാളെ പിടികൂടാൻ ശ്രമിക്കുന്നു. ഇയാൾ ഓടുകയാണ്. ഇതിനകത്ത് നിന്നും ഓടുന്നത് ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ഇത് DCC ഓഫീസിൽ നാട്ടുകാർ പ്രകോപിതരായിരിക്കുന്നു. അയാൾ അതിനകത്ത് നിന്നും വലിയ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാം. പുറത്തേക്ക് കടന്നിട്ടില്ല. പോലീസ് അയാളെ പിടികൂടാനായി ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിന്റെ മുകളിലാണ് അയാൾ ഉള്ളത്. വളരെ അടുത്ത് കണ്ണൂർ നഗരത്തിന് തൊട്ടടുത്ത്, റെയിൽവേ സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് അയാളെ ദൃശ്യങ്ങൾ കാണാം. മുകളിൽ എത്രത്തോളം നാടകീയവും സാഹസികവുമായിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാവും. റിപ്പോർട്ടിങ്ങിനിടെയാണ് നമ്മൾ അയാളെ ശ്രദ്ധിക്കുന്നത്.
പോലീസുകാർക്ക് നേരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നത്, പിന്നീട് കിണറ്റിലേക്ക് ചാടുന്നു. അങ്ങനെ അതിസാഹസികമായ ഒരു ഓപ്പറേഷനായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. കാണുമ്പോൾ ദുർബലനെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ കൃത്യമായ ആസൂത്രണം ആ ജയിൽ ചാടുന്നതിൽ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. ശരീരഭാരം കുറയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അത്രത്തോളം ആസൂത്രണത്തോടെയാണ് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കിരൺ ബാബു കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, പുറം ലോകം കാണരുത് എന്ന് ഉത്തരവിട്ടുകൊണ്ട് ജയിലിലേക്ക് അയച്ച കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിൽ പോലൊരു ജയിലിൽ നിന്ന്, അതീവ സുരക്ഷാ സെല്ലിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് പറയുന്നത് അവിശ്വസനീയം എന്നല്ലാതെ ഒരു വാക്ക് അതിനെ വിശേഷിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ രാഷ്ട്രീയമായി തന്നെ വലിയൊരു ആയുധമായി മാറുന്നതാണ് ഈ മണിക്കൂറുകളിൽ തന്നെ കാണുന്നത്. ഈ ഒരു ജയിൽ ചാട്ടവും അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളും എന്തൊക്കെയായിരിക്കും? ശ്രീജ, ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇത് ഇനി ജയിലിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായം അല്ലെങ്കിൽ മറ്റ് സഹതടവുകാരുടെ സഹായം ഈ ഗോവിന്ദചാമിക്ക് ലഭ്യമായോ എന്നതിൽ മാത്രമാണ് സംശയവും അന്വേഷണവും ആവശ്യമായിട്ടുള്ളത്. അതിനപ്പുറം വീഴ്ച ഉണ്ടായത് എന്നത് വ്യക്തമാണ്. കാരണം ജയിലിൻ്റെ കമ്പി മുറിക്കുകയായിരുന്നു. അങ്ങനെ ജയിലിൻ്റെ സെല്ലിലെ കമ്പികൾ എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിൽ മുറിക്കാൻ കഴിയുന്ന ദുർബലമായ കമ്പികളല്ല, അതിശക്തമായ കമ്പികളാണ്. അത് മുറിക്കണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ അങ്ങനെ മുറിക്കാൻ കഴിയില്ല. രാത്രി 10 മണിക്കൊക്കെ ശേഷം വീണ്ടും പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ്. പല ദിവസങ്ങൾ കൊണ്ട് ചിലപ്പോൾ മുറിച്ചു വെച്ചതായിരിക്കും. അത് പിന്നീട് മുറിച്ചു വെച്ച ഭാഗങ്ങളൊക്കെ കൃത്യമായ പരിശോധനയൊന്നും ഉണ്ടായി കാണില്ല. അതിനുശേഷമാണ് മുറിച്ച് പുറത്തു കടന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു കമ്പി വേലി ഊറി മറികടക്കേണ്ടതുണ്ടായിരുന്നു. അതും മറികടന്നു. അതിനുശേഷം വീണ്ടും പിന്നീട് കുറേയേറെ ദൂരം നടക്കേണ്ടതുണ്ട് ഈ മതിലിലേക്ക്. ആ ദൂരമൊക്കെ നടന്നു തന്നെയാണ് പോയത്. അവിടെ എത്തി അവിടെ നിന്ന് ആ ചെറിയ മതിൽ ചാടുന്നു. അത് ഒരു വെള്ളം നിറയ്ക്കുന്ന വീപ്പ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ വീപ്പയ്ക്ക് മുകളിൽ കയറി നിന്നാണ് മതിൽ ചാടിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഇതെല്ലാം ജയിൽ അധികൃതർ കൂടി പറയുന്ന വെർഷനാണ്. അവർ പറയുന്ന വെർഷൻ എന്തായാലും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിനുശേഷം പുറത്തു വരുന്നു. പിന്നീടാണ് 7 മീറ്റർ പൊക്കമുള്ള രണ്ടാമത്തെ മതിൽ നിൽക്കുന്നത്. ആ 7 മീറ്റർ പൊക്കമുള്ള മതിലിൽ 1.5 മീറ്റർ പൊക്കത്തിലാണ് വൈദ്യുത ഫെൻസിംഗ് ഉള്ളത്. ഈ 7 മീറ്റർ പൊക്കമുള്ള മതിൽ ഒരാൾക്ക് കയറണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു കൈ മാത്രമുള്ള ഒരാളാണ്. ഇപ്പോൾ ജയിൽ അധികൃതർ അനധികൃതമായി പറയുന്നത് ഈ ഷീറ്റ് ഉണ്ടായിരുന്നത് ചുരുട്ടി കയറ് പോലെയാക്കി അത് എറിഞ്ഞു മുകളിൽ പിടിപ്പിച്ചു. ആ പിടിപ്പിച്ച ഷീറ്റിൽ കയറി എന്നൊക്കെയാണ്. ഇതൊക്കെ എത്രമേൽ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള സംശയമൊക്കെ ഉണ്ട്. എന്തായാലും ആ മതിൽ കയറി എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് മുകളിൽ ഉണ്ടായിരുന്ന വൈദ്യുതി ഫെൻസിംഗിൽ വൈദ്യുതി ഇല്ലായിരുന്നു എന്നത് കൃത്യമായി നേരത്തെ തന്നെ വൈദ്യുതി ഇല്ലായിരുന്നു, തകരാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതല്ല, ഇത് ഓഫ് ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഓഫ് ചെയ്താണെങ്കിൽ ആര് ഓഫ് ചെയ്തു? ഇനി ഗോവിന്ദചാമി തന്നെയാണ് ഓഫ് ചെയ്തെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണോ അവിടെ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത്? അതിനുശേഷം ആ വൈദ്യുതി വേലി കൂടി കടന്ന് പുറത്തിട്ടാണ് ആ വൈദ്യുതി വേലിയുടെ കമ്പിയിൽ തന്നെയാണ് വീണ്ടും ഇതേ ഷീറ്റ് കെട്ടുന്നത്. ഷീറ്റ് കെട്ടിയാണ് താഴേക്ക് ചാടുന്നത്. ഈ താഴേക്ക് എത്തിയപ്പോഴേക്കും സമയം ഏകദേശം 6 മണിയോട് അടുത്തിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അർദ്ധരാത്രി തന്നെ ചാടാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിടികൂടാൻ കഴിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ഈ ഗോവിന്ദചാമി സഞ്ചരിക്കുമ്പോൾ റോഡരികിൽ നിന്ന് ചിലർക്കൊക്കെ സംശയം തോന്നി അത് ഗോവിന്ദചാമിയാണ് എന്നല്ല, അയാളുടെ ഒരു നടത്തത്തിലും മറ്റും സംശയം തോന്നി. അവർ നോക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇയാൾ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് കടന്നു കളഞ്ഞത്. അതിനുശേഷം പിന്നീട് 8 മണിയോടുകൂടി വാർത്തകൾ പുറത്തു വരുന്നു. വാർത്തകൾ പുറത്തു വരുമ്പോഴുമൊക്കെ ജയിൽ അധികൃതർ ഏറ്റവും പുതിയ ചിത്രങ്ങൾ നൽകുന്നതിന് പകരം അപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിച്ച ചിത്രങ്ങൾ എന്നുള്ള ഒരു പഴയ ചിത്രമാണ്. ഏറ്റവും പുതിയ ചിത്രങ്ങളടക്കം ജയിൽ അധികൃതരിലുണ്ട്. പക്ഷേ പിന്നീട് ജയിലിൽ നിന്ന് തന്നെ നമുക്ക് അല്ലാതെ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയ ചില ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ അത് യഥാർത്ഥത്തിൽ ജയിൽ അധികൃതർ എപ്പോഴാണോ ചാടിയത് അപ്പോൾ തന്നെ ആദ്യം മാധ്യമങ്ങളിലൂടെ ഈ ചിത്രം നൽകേണ്ടതാണ്. ചിത്രം നൽകിയാൽ മാത്രമേ ഉള്ളൂ ഈ താടിയിൽ നിന്ന് പെട്ടെന്ന് ഒരാൾക്ക് മാറാൻ കഴിയില്ല. ആ സമയത്തിനുള്ളിൽ ആളുകൾ കണ്ടെത്താനൊക്കെ കഴിയണമെങ്കിൽ അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ അവിടെയും ജയിൽ അധികൃതർ അത് നൽകാതെ മാറി നിൽക്കുകയായിരുന്നു. നമ്മൾ പിന്നീട് കിട്ടിയ ഒരു ചിത്രം ഉപയോഗിച്ചാണ് മാധ്യമങ്ങളൊക്കെ ഇത് നൽകിയത്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടി ഏകദേശം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളം മുഴുവൻ കാട്ടുതീ പോലെ ഈ വാർത്ത ആളിപ്പടർന്നു. ഇങ്ങനെ ഒരു കൊടും കുറ്റവാളി, കേരളത്തിലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കൊലക്കയർ കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാൾ, അയാൾക്ക് കൊലക്കയർ കിട്ടാതെ പോയതിൽ തന്നെ കേരളം വിഷമിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു കൊടും ക്രൂരനായ കൊലയാളി, ഒരു ആണെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ലാതെ ആരെയും ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിക്കുന്ന, ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീയെ തള്ളി താഴെയിട്ട് അയാൾ ആ ഓടുന്ന ട്രെയിനിൽ നിന്ന് തന്നെ പുറത്തേക്ക് ചാടി പുറത്തിറങ്ങി വന്ന് മുറിവേറ്റ് തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീയൊക്കെ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്ന മാനസികാവസ്ഥ തന്നെ ആലോചിക്കണം. അത്ര മോശപ്പെട്ട മാനസികാവസ്ഥയിലുള്ള ഒരാൾ ആ കൊടും ക്രിമിനലാണ് രക്ഷപ്പെട്ടത്. കണ്ണൂരുകാരാകെ തിരച്ചിലിന് ഇറങ്ങി, ജനങ്ങളൊക്കെ തിരച്ചിലിന് ഇറങ്ങി. അതിനിടയിലാണ് 9:15 കേരളത്തിലെ എല്ലാ ചാനലുകളിലും ഇയാളുടെ വാർത്ത തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാവിലെ കണ്ട കറുത്ത
കറുത്ത ഷർട്ട് മാറ്റി മറ്റൊരു വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് 9:15 അയാൾ തലയിൽ ഒരു ചാക്കുകെട്ടുമായി ആ ചാക്കുകെട്ടിനുള്ളിലേക്ക് ആ ചാക്കുകെട്ട് ഒരാൾ പിടിച്ചിരിക്കുന്നു എന്ന മട്ടിലേക്ക് കൈ ചാക്കുകെട്ടിനുള്ളിലേക്ക് തിരികെ വെച്ചിരിക്കുകയാണ്. ഗോവിന്ദചാമി കൃത്യമായിട്ട് അറിയാം. ഗോവിന്ദചാമിയെ തിരിച്ചറിയാനുള്ള ഏക മാർഗം ഈ കൈ ഇല്ല എന്നുള്ള ഇടത്തെ കൈ ഇല്ല എന്നത് മാത്രമാണ്. അത് കൃത്യമായി ഗോവിന്ദചാമിക്കും അറിയാം. അല്ലെങ്കിൽ ഗോവിന്ദചാമി ചിത്രത്തിൽ കണ്ട രൂപവുമായി ആദ്യം പോലീസുകാർ തന്ന രൂപവുമായി ഏതെങ്കിലും തരത്തിൽ സാമ്യം ഉണ്ടായിരുന്ന രൂപമേ ആയിരുന്നില്ല ഗോവിന്ദചാമിക്ക് ഉണ്ടായിരുന്നത്. ആ കൈയില്ലാത്തതിൽ നിന്നാണ് മനസ്സിലാക്കുക. ഒരാൾക്ക് സ്കൂട്ടറിൽ വന്ന ഒരാൾക്ക് സംശയം തോന്നി ഇത് ഗോവിന്ദചാമി അല്ലേ എന്ന്. അയാൾ അതിനുശേഷം വന്ന ഒരാളോട് കടക്കാരനോട് പറഞ്ഞു ഇത് ഗോവിന്ദചാമി അല്ല. അവർ രണ്ടുപേരും കൂടി ഇയാളുടെ പുറകെ ചെന്നിട്ട് എടാ ഗോവിന്ദചാമി എന്ന് വിളിച്ചു. അപ്പോഴേക്കും ഇയാൾ ഓടി ഒരു മതിൽ ചാടി അകത്തേക്ക് ഓടി. ഇവരും സ്വാഭാവികമായും ഗോവിന്ദചാമിയെ പോലെയാളുടെ പുറകെയൊക്കെ ഓടാൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രയാസമുണ്ട്. അയാൾ ഏത് തരത്തിലും ആക്രമിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. അങ്ങനെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അവർ വേഗം തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് ആ പ്രദേശമാകെ അരിച്ചു പിടിക്കപ്പോഴാണ് ആ പ്രദേശത്ത് തന്നെ തൊട്ടടുത്ത് ഈ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് ഉള്ളിൽ അയാൾ ഉണ്ടാകുന്ന സംശയത്തിൽ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കുന്നു. അപ്പോഴും കെട്ടിടത്തിനുള്ളിൽ വെച്ച് പോലീസിനെ ആദ്യം കാണുമ്പോൾ ഇയാൾ വടി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം അയാൾ വന്ന് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വന്ന് അയാൾ ഈ കിണറ്റിൽ ചാടുന്നു. കിണറിനുള്ളിൽ 2 തൊടിയോളം വെള്ളമുണ്ട്. അതിൽ ഇറങ്ങി നിൽക്കുന്നു. ഒറ്റക്കയ്യനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ആലോചിക്കണം. അതിനുശേഷം പോലീസുകാർ കാണുന്നു. പോലീസുകാർ അവിടെ നിന്ന് ഇരുട്ടത്തൊക്കെ ഒരു ഉപയോഗശൂന്യമായ കിണറിനുള്ളിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അതിനിടയിൽ ഉടുപ്പ് അയാൾ ഊരി കളഞ്ഞിരുന്നു. ഉടുപ്പ് ഒക്കെ താഴെ ചെന്നാൽ കാണാൻ എളുപ്പം സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയാൽ കാണാം. അയാൾ ഉടുപ്പ് ഊരി കളഞ്ഞിരുന്നു. അതിനുശേഷമാണ് അയാൾ അവിടെ ഇറങ്ങിയിരുന്നത്. പോലീസുകാർ എന്തായാലും കാണുകയും ഒരു കയറിട്ട് കൊടുക്കുമ്പോൾ ആ കയറിൽ ഒറ്റ കയ്യിൽ പിടിച്ച് അയാൾക്ക് മുകളിലേക്ക് കയറി വരാൻ കഴിയുന്നുണ്ട്. അത് അയാളുടെ ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഒരു കൈ മാത്രം പിടിച്ചുകൊണ്ട് ഒരാൾ കയറിട്ട് ഒരു 1-2 ആൾ താഴ്ചയുള്ള കയറിന് താഴ്ചയിൽ നിന്ന് ഒരാൾക്ക് കയറി വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ മട്ടിൽ അയാൾക്ക് പരിശീലനമോ അല്ലെങ്കിൽ ആരോഗ്യമോ ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ ആണ് എന്ന് കൂടി മനസ്സിലാക്കണം. അങ്ങനെയാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. എന്ത് പറഞ്ഞാലും കേരളത്തിൻ്റെ ജയിൽ വകുപ്പിനെ സംബന്ധിച്ച്, ജയിൽ അധികൃതരെ സംബന്ധിച്ച് വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ജയിൽ വാർഡന്റെ ആ സമയത്ത് നിൽക്കേണ്ട ഒരാളുടെ മാത്രം പിഴവല്ല, ഗുരുതരമായ പിഴവ് കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചുണ്ട്. അതിൻ്റെ തെളിവാണ് ഒരാൾക്ക് ഇത്ര ആസൂത്രിതമായി, അതും ആ ജയിലിലെ തന്നെ ജയിലിനുള്ള ജയിലാണ് യഥാർത്ഥത്തിൽ ഈ 10 നമ്പർ സെൽ എന്ന് പറയുന്നത്. ആ സെല്ലുകൾ മറികടന്നുകൊണ്ട് ഒരാൾക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞു. പുറത്ത് ആരെങ്കിലും വാഹനവുമായി കാത്തു നിന്നിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ആത്യന്തികമായി രക്ഷപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും ഉണർന്നു നിന്നതുകൊണ്ടാണ് ഗോവിന്ദചാമിയെ ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞത്. തീർച്ചയായും ബൈജു, കിരൺ ആ പറഞ്ഞു നിർത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാവിലെ ഇപ്പോൾ ഗോവിന്ദചാമിയുടെ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ നമുക്ക് എത്രയോ കാലമായി കണ്ടു പരിചയമുണ്ട്. നമ്മൾ പല തരത്തിലുള്ള അയാൾ ആ കുറ്റകൃത്യം ചെയ്ത കാലത്തും പിന്നീട് ജയിലിൽ സുഖവാസം അനുഭവിച്ച് വളരെ പുഷ്ടിപ്പെട്ട നിലയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഗോവിന്ദചാമിയുടെ രൂപം നമുക്ക് ആർക്കും ഒട്ടും പരിചിതമല്ലാത്തൊരു രൂപമായിരുന്നു. രാവിലെ ആ ഫോട്ടോ പുറത്തു വരുന്നു. ഈ വഴിയിൽ നിൽക്കുന്ന ഒരാൾക്ക് കണ്ടൊരു സംശയം തോന്നുന്നു, അയാൾ പേര് വിളിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ അവിശ്വസനീയമാം വിധം ഇന്ന് ഗോവിന്ദചാമി കുടുങ്ങാൻ വേണ്ട കാര്യങ്ങൾ നടന്നത് നാട്ടുകാരുടെ കൂടി തിരിച്ചറിവിന്റെ ബലത്തിലാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം, അല്ലേ? തീർച്ചയായും അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. നാട്ടുകാർ ഈ കാര്യം ഇയാളെ ശ്രദ്ധയിൽപ്പെടുകയും ഇയാളെ ഇങ്ങനെ വിളിച്ച് പേടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇയാൾ അവിടെ ഒതുങ്ങിയത്. അല്ലെങ്കിൽ അയാൾ നടന്ന് നീങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമായിരുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ട്രെയിനിൽ പോകുമായിരുന്നു. ശ്രീജ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പോലും ഇയാളെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം ഇയാളുടെ രൂപം മാറിയിരിക്കുന്നു. മെലിഞ്ഞ്, അതുപോലെ തന്നെ വലിയ താടി. എങ്ങനെയാണ് ജയിലിൽ ഇങ്ങനെ താടി വെക്കാനൊക്കെ അനുമതി നൽകുന്നത്? നേരത്തെ കിരൺ പറഞ്ഞതുപോലെ ജയിലിന്റെ അകത്തെ ഒരു ജയിലാണ് ഇയാൾ കഴിയുന്നത്. അത്രയും സുരക്ഷാ സംവിധാനമുള്ള ഒരു ജയിൽ ഇയാൾക്ക് ഇത്തരത്തിലൊരു ബെഡ്ഷീറ്റ് എടുത്ത് വളരെ നിഷ്പ്രയാസം ആ മതിലൊക്കെ ചാടി പുറത്തേക്ക് കടന്ന് അതിലെ നടന്ന് ഒരുപാട് പോലീസുകാരൊക്കെ താമസിക്കുന്നത് ഒരു ഭാഗം കൂടിയാണ്. നമ്മളത് നേരത്തെ ഒക്കെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഹൈവേ ദേശീയപാതയുടെ ഓരത്താണ്, അതിനും തൊട്ടടുത്താണ്. ദേശീയപാത എന്ന് നോക്കിയാൽ കാണും ഇയാൾ ആ മതിൽ ചാടുന്ന ആ സമയങ്ങളൊക്കെ നോക്കിയാൽ കാണും. ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോഴും ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇയാൾ ഇത് ചെയ്തത്, അതല്ല ഇയാൾ ആരെങ്കിലും ഇയാളെ സഹായിച്ചിട്ടുണ്ടോ? ഇതിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തു നിന്നും വലിയ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ജയിലിനകത്ത് ഇയാൾക്ക് വലിയ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഉദ്യോഗസ്ഥ ഭാഗത്തുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും ശ്രീജ, നമ്മൾ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഇയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇയാളെ അവിടെ കാണാൻ നമ്മൾ പോയിരുന്നു. പക്ഷെ ഇയാൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു തുറിച്ചു നോട്ടമായിരുന്നു, ഭയപ്പെടുത്തുന്ന രീതിയിൽ തുറിച്ചു നോട്ടമായിരുന്നു. അത്രത്തോളം നമുക്ക് പോലും ഇയാളെ കാണുമ്പോൾ അത്രത്തോളം ഭയം വരുന്ന രീതിയായിരുന്നു. അത് നേരത്തെ വിചാരണ വേളയിൽ വനിതാ ഡോക്ടർ ഈ വിചാരണ മൊഴി കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങി പോലീസുകാരോട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇയാളെ കാണുമ്പോൾ ഭയമാവുന്ന എന്നാണ്. അങ്ങനെയുള്ള ഒരാളെ
ഇയാളുടെ നോട്ടവും ഭാവവും ഒക്കെ ആ രീതിയിലാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ വളരെ നിസ്സാരമായി ഈ പുറത്തേക്ക് ഇറങ്ങാൻ ഒക്കെ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത ഇത്രത്തോളം വലിയൊരു കേസ് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാനും ഒട്ടും സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിയാണ് ഇയാൾക്ക് സഹായം ചെയ്യാൻ ഒരുപാട് ആളുകൾ മുംബൈയിൽ നിന്ന് ഉൾപ്പെടെ നേരത്തെ വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിൽ കൃത്യമായ വളരെ വേഗത്തിൽ ഇതിനൊരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പൊതുസമൂഹം അത് തന്നെയാണ് ആവശ്യപ്പെടുന്നതും. കാരണം അത്രത്തോളം ആശങ്കയാണ് ഇന്ന് രാവിലെയൊക്കെ, പ്രത്യേകിച്ച് കണ്ണൂർ ഈ പ്രദേശങ്ങളിലൊക്കെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഭയപ്പാടോടുകൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിഞ്ഞത്. അത് മാത്രമല്ല, ഇയാളുടെ സ്വന്തം നാട്ടിൽ പോലും ഇയാളെ സ്ത്രീകൾക്ക് ഭയമാണ്. അത്തരത്തിലുള്ള ഒരാളാണ് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ രീതിയിൽ പോകുന്ന അവസ്ഥയുണ്ട്. ഏതായാലും ഇയാളുടെ വസ്ത്രം എങ്ങനെ മാറി, ഇയാൾക്ക് ഈ താടിയൊക്കെ വെക്കാനുള്ള അനുമതി ആര് നൽകി, ഈ ഫോട്ടോ എങ്ങനെ ഈ രീതിയിൽ ഈ ജയിൽ വകുപ്പ് പുറത്തേക്ക് വിട്ടു, ഇത്രയും വലിയ ഒരു സുരക്ഷാ സംവിധാനമുള്ള ജയിലിൽ നിന്നും ഇയാൾക്ക് ഇത് കടന്ന് CCTV നിരീക്ഷണങ്ങളെ മറികടന്ന് എങ്ങനെ ഇയാൾക്ക് പുറത്തു കടക്കാൻ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ബാക്കിയുണ്ട്. അത്തരം ചോദ്യങ്ങൾക്കെല്ലാം അധികൃതർ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് നൽകേണ്ടിയിരിക്കുന്നു. കാരണം പൊതുസമൂഹം അത്രത്തോളം വലിയ ഗൗരവത്തോടെ ഈ സംഭവം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഇതിന്റെ ഓരോ വാർത്തകളും നമ്മളും കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച ആ ദൃശ്യം, ആ സമയത്ത് നമുക്കുണ്ടായ ഒരു വികാരം ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം അത്രത്തോളം ഒരു കൊടും ക്രിമിനലാണ്. സ്ത്രീകളെ ഏത് സമയത്തും കടന്നാക്രമിക്കുന്ന ഒരു ക്രിമിനൽ. നമ്മൾ തൊട്ട് മുന്നിലാണ്, നമ്മുടെ ക്യാമറമാൻ സുമേഷ് മൊറായുടെ തൊട്ട് മുന്നിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും അയാൾ രക്ഷപ്പെട്ട് അയാൾ ഓടുന്ന ഒരു 10-30ഓളം പേര് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അയാൾ പിടിക്കാൻ സാധിച്ചിരുന്നില്ല. ഇയാൾ ആ കിണറ്റിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ വളരെ പെട്ടെന്ന് ഇയാളെ പിടിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ സാധിച്ചത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും മതിലൊക്കെ ചാടിക്കടക്കാൻ ഇയാൾ വിദഗ്ധനാണ്. ഒരു ട്രെയിനിൽ നിന്നും മറ്റൊരു ട്രെയിനിലേക്ക് ചാടി ആ രീതിയിലൊക്കെ പോകാൻ കഴിയുന്ന ഒരാളെന്നാണ് ഇയാൾ നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഇയാളെ പിടികൂടിയത് ഈ ഒരു നഗരത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ്. വലിയ തോതിൽ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇയാളെ പിടിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി. അത് തത്സമയം നമ്മൾ ആ ദൃശ്യങ്ങളും നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് ഇതിലൊരു കൃത്യമായ ഇതെന്താണ് ഇതിൽ സംഭവിച്ചതെന്ന കാര്യം വേണം. അല്ലാതെ 3-4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം ഇതിൽ പ്രതിഷേധം അവസാനിക്കില്ല. അത് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. സമയം മുമ്പാണ് കോൺഗ്രസിന്റെ ഒരു പ്രകടനം ഉണ്ടായത്. അവർ ഈ മതിലിനകത്ത്, അതായത് ജയിലിന്റെ മതിലിനകത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ പ്രധാനമായും എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇതാണ്: ഈ സംഭവത്തിൽ ആരാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തത്, ഇതിന് യഥാർത്ഥ വസ്തുത എന്ത്, ആ കാര്യം പുറത്തു വരണം. അത് എത്രയും പെട്ടെന്ന് പുറത്തു വരണം. പൊതുസമൂഹത്തിന് അതറിയാൻ കൃത്യമായ താല്പര്യമുണ്ട്. അത്രത്തോളം ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണിത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീജ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇന്ന് ഈ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു കൊടും കുറ്റവാളി എന്ന നിലയ്ക്ക് എങ്ങനെയാണോ ഇയാളെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് അതിൽ വലിയ വീഴ്ച വന്നു എന്നത് ഉറപ്പാണ്. അതിനിപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് സസ്പെൻഷനൊക്കെ നടത്തിയാൽ പോലും കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി കുറച്ച് കൂടുകയും ചെയ്യില്ലേ? തീർച്ചയായും ശ്രീജ ഉണ്ടാവും. കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM നിയന്ത്രണമുണ്ട് എന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ, CPMന് വളരെ പ്രധാനപ്പെട്ട പല പ്രതികളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർക്ക് മുമ്പ് തന്നെ അവർക്ക് മൊബൈൽ കിട്ടിയിരുന്നു, മറ്റ് ആഹാര സൗകര്യങ്ങൾ കിട്ടിയിരുന്നു, അവർക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. സെൻട്രൽ ജയിലിനുള്ളിലെ ഒരു സമാന്തര ഭരണം ഇവരാണ് എന്ന മട്ടിലൊക്കെയുള്ള വാർത്തകൾ പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴുമൊക്കെ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏതെങ്കിലും തരത്തിലൊരു കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പേരിനുള്ള ശ്രമത്തിനപ്പുറത്തേക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ആ മട്ടിലുള്ള വാർത്തകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. പല പ്രതികൾക്കും മൊബൈൽ ഫോണുകൾ അകത്ത് കിട്ടുന്നു, പല പ്രതികൾക്കും അകത്ത് ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അകത്ത് എത്തിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ നടത്തിയിരുന്നു. അകത്ത് മറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നതും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും അവിടുത്തെ അകത്തെ ഭരണമൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഈ ആളുകളാണ് എന്ന മട്ടിലുള്ള ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊക്കെ ഒരു പരിധിവരെ ഇതൊക്കെ ശരിവെക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു ആരോപണം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഈ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ജയിലിന് പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. ജയിലിലെ ഓരോ കാര്യത്തിനും എത്ര തവണ റോന്തി വിട്ടണം, ആരെല്ലാം രാത്രിയിൽ ഉണ്ടാവണം, രാത്രിയിൽ ഉണ്ടാകുന്നവർ ഉറങ്ങാതെ നിൽക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം പോയിന്റിൽ നോക്കണം, CCTV ഉണ്ടെങ്കിൽ CCTV പരിശോധിക്കാൻ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയൊക്കെ CCTV പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ വെളുപ്പിനെ 1:30 ഈ രാവിലെ 6 മണിക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പരിശോധിച്ചിരുന്നെങ്കിൽ ഒരാളനക്കം കണ്ടു കഴിഞ്ഞാൽ, പകൽ പോലെയല്ല, പകൽ ഒരാൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ
ശ്രദ്ധിക്കണമെന്ന്. രാത്രിയിൽ പക്ഷേ അങ്ങനെ ഒരാളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിശോധനയൊന്നും അവിടെ ഉണ്ടായില്ല. എല്ലാ ദിവസവും കിടക്കുന്നത് പോലെ ചിലപ്പോൾ അവരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പാറാവ് നിൽക്കേണ്ട ആളുകളുണ്ട്, 3 പേരുണ്ട്. അങ്ങനെ തന്നെ ഡ്യൂട്ടിയിൽ 3 പേരുണ്ട്. ആ 3 പേരിൽ ഇങ്ങനെ ഒരു പാറാവ് നടത്തിയിരുന്നെങ്കിൽ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇത്ര ദൂരം പോകുക, ഒരാൾ ഒരു കണ്ണ് വെട്ടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന പോലെയല്ല. ഇത് പല ലെയറുകളായിട്ടുള്ള സുരക്ഷാ വേലികളൊക്കെ കടന്ന് അല്ലെങ്കിൽ അതെല്ലാം കടന്ന് പുറത്ത് വരുന്ന ഒരാൾ ഈ കുറേ നേരം നിന്ന് ഈ നേരെ അങ്ങോട്ട് വന്ന് ഒറ്റ ഏറിന് അവിടെ പിടിപ്പിച്ച് കൊളുത്തൊന്നും വെച്ച് പിടിപ്പിക്കുകയല്ല. അങ്ങനെ ഇയാൾ ചെയ്തതാണെങ്കിൽ, ഇയാൾ അങ്ങനെയാണ് മുകളിലേക്ക് കയറിയെങ്കിൽ അയാൾ ഒരു തുണി ചുറ്റി ആ തുണി മുകളിൽ എറിഞ്ഞ് പിടിപ്പിക്കണം. അത് താഴെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ കീറാതെ നിൽക്കാതൊക്കെ നിൽക്കാനുള്ള തരത്തിൽ പിടിപ്പിക്കാൻ കഴിയണം. അതിങ്ങനെ മുകളിലെത്തണം, അതിന് ശേഷം താഴോട്ട് കൊണ്ടുവരണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് പോയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അതീവ ഗുരുതരമായ വീഴ്ച ഇവർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ജയിൽ അധികൃതരുടെ വീഴ്ച എന്നതിനപ്പുറത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ ആയതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പിനും കേരള സർക്കാരിനും, പ്രത്യേകിച്ച് സർക്കാരിനെ നയിക്കുന്ന CPIM-നും നേരെ ഉയരുന്ന ആരോപണം കൂടിയായി ഇത് മാറും എന്നതിൽ സംശയമില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം സാഹസികമായിട്ടാണ് ഇയാളെ പിടികൂടിയതെന്ന ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ഇവിടെ നിന്നും ഇവിടെ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നു ദൃശ്യം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു. അയാളെ വടിയെടുത്ത് ആക്രമിക്കാൻ വരുന്ന ദൃശ്യം. ഇതാ ദൃശ്യം. ഇയാൾ ഈ കെട്ടിടത്തിനകത്തുണ്ട്. തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഗോവിന്ദചാമി ഈ കെട്ടിടത്തിനകത്ത് ഇവിടെ പോലീസിനെ ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചു. കൂടുതൽ പോലീസ് ഇതിനകത്തേക്ക് കയറുകയാണ്. എന്തായാലും ഗോവിന്ദചാമിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനമായ വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ നൽകാനുള്ളത്. ആ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 കാണിക്കുന്നത്. ഈ കെട്ടിടത്തിനകത്ത് തന്നെ അയാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും മണിക്കൂർ. ഇതാ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദചാമി പിടിയിലാകുന്നു, പോലീസിന്റെ വലയിലായിരിക്കുന്നു. പോലീസ് അയാളെ പിടികൂടാൻ ശ്രമിക്കുന്നു. ഇയാൾ ഓടുകയാണ്. ഇതിനകത്ത് നിന്നും ഓടുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ഇത് DCC ഓഫീസിൽ നാട്ടുകാർ പ്രകോപിതരായിരിക്കുന്നു. അയാൾ അതിനകത്ത് നിന്നും വലിയ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാം. പുറത്തേക്ക് കടന്നിട്ടില്ല. പോലീസ് അയാളെ പിടികൂടാനായി ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിന്റെ മുകളിലാണ് അയാൾ ഉള്ളത്. വളരെ അടുത്ത് കണ്ണൂർ നഗരത്തിന് തൊട്ടടുത്ത്, റെയിൽവേ സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് അയാളെ ദൃശ്യങ്ങൾ കാണാം. മുകളിൽ കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ രൂപം നമ്മൾ അവസാനം കണ്ട ദൃശ്യങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മികച്ച ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ള തരത്തിലൊക്കെയായിരുന്നു. ഇതിപ്പോൾ വളരെ മെലിഞ്ഞ് മറ്റൊരു രൂപത്തിലാണ് ഇന്ന് കണ്ട ദൃശ്യങ്ങളിൽ. ഒരുപക്ഷെ ആ ചിത്രമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഗോവിന്ദചാമി എന്ന ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര തരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതെല്ലാം വളരെ ആസൂത്രിതമായി തന്നെ ചെയ്തതാണ് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ശ്രീജ, അത് തന്നെയാണ്. ഇത് വളരെ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് വേണം കരുതാൻ. കാരണം ഈ ജയിലിൽ നിന്ന് ഒരാൾക്ക് അഴിയൊക്കെ മുറിച്ച് പുറത്ത് കടക്കണമെങ്കിൽ, അതിനുശേഷം ഈ ജയിലിലെ മതിലുകളൊക്കെ കയറണമെങ്കിൽ അയാളുടെ
ശരീരസ്ഥിതി ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ കൊടും ക്രൂരകൃത്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് സാധാരണ മനുഷ്യരെക്കാൾ, ഒരു ശരാശരി മനുഷ്യനേക്കാൾ ഏറെ ആരോഗ്യമുള്ള ഒരാളായിരുന്നു എന്നത് അന്നത്തെ ഇയാളെ പിടികൂടിയ പോലീസുകാരടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഓടുന്ന ട്രെയിനിൽ നിന്നാണ് പെൺകുട്ടിയെ തള്ളി താഴേക്കിടുന്നത്. അതിനുശേഷം ഓടുന്ന ട്രെയിനിൽ വേഗതയിൽ പോകുമ്പോൾ തന്നെയാണ് ഇയാൾ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നതും അവിടെ നിന്ന് വന്നിട്ടാണ് ഈ പെൺകുട്ടിയെ വലിച്ച് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അത്രത്തോളം ആരോഗ്യം ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഒരു കൈ ഇല്ല എന്ന് കരുതി, ഒരു കൈയുടെ പത്തിയില്ല എന്ന് കരുതി ഏതെങ്കിലും തരത്തിലൊരു അംഗവൈകല്യം അയാൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇരട്ടി ആരോഗ്യമുണ്ടായിരുന്ന ഒരാൾ ആയിരുന്നു അയാൾ. പിന്നീട് തടിച്ച് വീർക്കുകയും ഒക്കെ ചെയ്തു. ആളുകളൊക്കെ വലിയ ആക്ഷേപമൊക്കെ പറഞ്ഞതാണ് അയാൾ ജയിലിൽ കിടന്ന് നല്ല ഭക്ഷണം കഴിച്ച് വീർത്തു വന്നു. പക്ഷേ ഇപ്പോൾ അയാളുടെ രൂപം കണ്ടാൽ അറിയാം എല്ലും തോലുമായിരിക്കുന്നു. പക്ഷേ എല്ലും തോലുമായിരിക്കുമ്പോഴും അയാൾ ഭക്ഷണം കഴിച്ച് അയാളുടെ ആരോഗ്യം നിലനിർത്തിയിരുന്നു. പ്രത്യേക ചോറ് കഴിക്കുന്നതൊക്കെ നിർത്തിയിരുന്നു. എന്നിട്ട് ചപ്പാത്തിയും മറ്റ് ഭക്ഷണവും മാത്രമാണ്. ജയിലിൽ അത്യാവശ്യം നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതിൽ പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം കൃത്യമായി കഴിക്കാനും എക്സർസൈസ് ചെയ്ത് ബോഡിയൊക്കെ അതേപോലെ നിലനിർത്താനും ഒക്കെ, ഭാരം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടത്തിന് ഇങ്ങനെ ഒരു കയറിലൊക്കെ പിടിച്ച് കയറണമെങ്കിലും ഒറ്റയ്ക്ക് കയറണമെങ്കിലും ഒക്കെ ആവശ്യമാണെന്ന് അയാൾ കണ്ടിരുന്നു. കൈക്ക് ബലം കൂട്ടുക എന്നതും കണ്ടിരുന്നു. ഈ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയൊക്കെ രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന ഈ ജയിലൊക്കെ ചാടി പുറത്ത് വന്ന് ഓടി കിണറ്റിൽ ചാടിയിട്ട് കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലും നമുക്കറിയാം. പോലീസ് ഇട്ടുകൊടുക്കുന്ന കയറിൽ ഒരു കൈയിൽ പിടിച്ചുകൊണ്ടാണ് ഇയാളെ പൊക്കി കയറ് മുന്നോട്ട് വലിക്കുമ്പോൾ അയാൾ പൊങ്ങി മുകളിലേക്ക് വരികയാണ്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് രണ്ട് കൈ കൊണ്ട് പിടിച്ചാൽ പോലും ചിലപ്പോൾ പൊങ്ങി വരുമ്പോൾ കൈയൊക്കെ വിട്ടുപോകും. ആ ബലത്തിൽ നിൽക്കാൻ കഴിയില്ല. നിരന്തരമായ പരിശീലനമുള്ള ഒരാൾക്ക്, നിരന്തരമായ തയ്യാറെടുപ്പുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അയാളെ അങ്ങനെ ഒറ്റ കൈയിലാണ്. അത് നമ്മൾ നേരിട്ട് കാണുകയാണ്. മറ്റേത് നമ്മൾ കണ്ടില്ലെങ്കിൽ ഇത് നമ്മൾ കാണുന്നുണ്ട് നേരിട്ട്. വിഷ്വൽ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ച് കിടക്കാനും അയാളുടെ ശരീരഭാരത്തെ നിലനിർത്തി മുകളിലോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാളുടെ ശരീരത്തെ, അതിൻ്റെ ഭാരം കുറച്ചിരുന്നു. ശരീരത്തിൻ്റെയും കൈയുടെയും ഒക്കെ ആരോഗ്യം, മസിലിൻ്റെയൊക്കെ ശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു മട്ടിലേക്ക് അയാൾ മാറിയിരുന്നത് ദീർഘകാലമായി തന്നെ അതിനുവേണ്ടിയുള്ള പരിശീലനം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യരൊക്കെ അങ്ങനെയാണ്. അവരിൽ പലരെയും ഈ അവരുടെ മനഃശാസ്ത്രമൊക്കെ വായിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി എന്ത് പ്രയാസവും എടുക്കുകയും അതിനുവേണ്ടി നടപ്പാക്കാൻ വേണ്ടി എന്തും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു മുൻകരുതൽ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അയാൾ ആ തരത്തിലേക്ക് ആരോഗ്യമൊക്കെ വരുത്തി, ആ ശരീരഭാരം കുറച്ച് ശരീരത്തിൻ്റെ പരമാവധി മെല്ലിച്ച് എങ്ങനെയാണോ ഈ മത്സരങ്ങൾക്കൊക്കെ പോകുന്ന കായിക താരങ്ങൾ നിരന്തരമായ എക്സർസൈസിലൂടെ, ഭക്ഷണ നിയന്ത്രണത്തിലൂടെയൊക്കെ ശരീരം നിയന്ത്രിക്കുക, ശരീരത്തിൻ്റെ ശക്തി കൂട്ടുകയും ഭാരം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ ഭാരം കുറയ്ക്കുകയും ശക്തി കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള ആഹാര നിയന്ത്രണവും എക്സർസൈസും ഒക്കെ ഇയാൾ ചെയ്തിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ തരത്തിലേക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അത്തരമൊരു വളരെ മുൻകൂട്ടിയുള്ള മുൻകരുതൽ. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴുമൊക്കെ ജയിൽ അധികൃതർക്ക് സംശയം തോന്നേണ്ടതാണ് ന്യായമായും. എന്തിനാണ് ഒരാൾ ഈ മട്ടിലൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷേ അങ്ങനെയൊന്നും ഒരു സംശയവും അവർക്ക് തോന്നിയില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ആ മട്ടിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല. സാധാരണ പോലെ വന്നു പോയി എന്നതിനപ്പുറത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. ഈ ആയുധങ്ങളൊക്കെ അവസാനം പോകുമ്പോൾ പോലും ചെറിയ ചില ആയുധങ്ങൾ അയാളുടെ പക്കലുണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ എങ്ങനെ ഇയാളുടെ പക്കലെത്തി? അതുപോലെ ഇത് മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡുകൾ, 1-2 ബ്ലേഡെങ്കിലും വേണ്ടി വരും. ഒരു വലിയ കമ്പിയൊക്കെ മുറിച്ച് തീർക്കണമെങ്കിൽ ആ ബ്ലേഡ് എങ്ങനെ ഇയാളുടെ പക്കലെത്തി? അത് അയാൾ അവിടെ ജയിൽ മുറിയിൽ എത്ര ദിവസം സൂക്ഷിച്ച ശേഷമാവും ഇത് മുറിച്ചത്? അങ്ങനെ ഒരു പരിശോധനയൊന്നും ജയിൽ മുറിയിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അയാൾ പുറത്ത് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ പറയുന്നത് പുറത്ത് റിമാൻഡ് പ്രതികളുടെ വസ്ത്രമാണ് എടുത്തിട്ടതെന്ന് പറയുന്നത്. അത് ശരിയാണോ തെറ്റായെന്നറിയില്ല. എന്തായാലും ജയിൽ അധികൃതർ തുടക്കം മുതൽ പറയുന്നത് പലതും കള്ളമാണ് എന്നത് വ്യക്തമാണ്. കാരണം ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ കഥകളൊക്കെ പലപ്പോഴും അധികൃതർ ഇങ്ങനെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി അവർ അങ്ങനെ സൃഷ്ടിച്ചാണോ എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും അവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇയാൾ നേരത്തെ തന്നെ ഇതിന് മുൻകരുതൽ എടുത്തിരുന്നു എന്നതും വ്യക്തമാണ്. ഇനി വ്യക്തമാകാനുള്ളത് അകത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നോ, ജയിലിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിരുന്നോ, അതാണ് ഇനി വ്യക്തമാകാനുള്ളത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം KV ബൈജുവും കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ അതിനാടകീയമായി നടന്ന സംഭവ വികാസങ്ങൾക്കൊടുവിൽ സാഹസികമായാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. ഗോവിന്ദചാമിയെ പിടികൂടിയത് ആശ്വാസമെന്ന് സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. ഗോവിന്ദചാമി പുറത്തിറങ്ങിയാൽ നടത്തിയതിനേക്കാൾ അപ്പുറം ക്രൂരത ചെയ്യും. ആരുടെയും സഹായമില്ലാതെ അയാൾക്ക് ജയിൽ ചാടാനാവില്ലെന്നും തൂക്കുകയറിനുമേൽ പ്രതി മറ്റ് ശിക്ഷയൊന്നും അർഹിക്കുന്നില്ലെന്നും സുമതി പ്രതികരിച്ചു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? അപ്പൊ ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. അകത്തുള്ള ആളിന്റെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഒരു കൊടുങ്കുഴലിന് പുറത്തു വരാൻ പറ്റുകയില്ല.
ഈ കണ്ണൂർ ജയിലിനെ കുറിച്ച് ചില പരിഷ്കാരങ്ങൾ വേണമെന്ന ജയിൽ DGP കൊടുത്ത റിപ്പോർട്ട് നേരത്തെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നതിന് സാവകാശം ഉണ്ടായത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടി നിൽക്കേണ്ടേ. മാത്രമല്ല, കണ്ണൂർ ജയിലിന്റെ സൈഡിലുള്ള ചുറ്റുമതിലിന്റെ പൊക്കക്കുറവാണ് എന്നും പുറത്തു വയ്ക്കുന്ന ആളുകൾക്ക് അവിടെ അനധികൃതമായി കയറാനുള്ള സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇവിടെ ജയിൽ ചാടിയ വ്യക്തിയെ പിടികിട്ടി എന്നുള്ളത് താൽക്കാലികമായ ആശ്വാസമാണ്. പക്ഷേ ബാക്കി സ്ഥിരമായി അവിടെ ഉണ്ടാകുന്ന സ്ഥായിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അതിനുള്ള നടപടി എടുക്കാനുണ്ടാവും. എന്തായാലും ജയിലിനകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ കമ്പിയൊക്കെ മുറിക്കാൻ കുറെ ദിവസങ്ങൾ വേണം, മുറിക്കണമെങ്കിൽ ആക്സോ ബ്ലേഡ് വേണം, അപ്പോൾ ആക്സോ ബ്ലേഡ് കിട്ടണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പല ദിവസങ്ങൾ കൊണ്ടാണ് കമ്പി മുറിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ കണ്ണൂർ ജയിൽ എന്ന് വെച്ചാൽ അവിടുത്തെ സൂപ്രണ്ടിനും വാസ്തവത്തിൽ അവർ വലിയ കൺട്രോളൊന്നുമില്ല. അവിടുത്തെ കൺട്രോൾ ഉള്ള ആൾക്കാർ വേറെ ആൾക്കാരാണ് ഇപ്പോൾ പ്രത്യേകിച്ചും. സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ മുൻധാരണയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചർച്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നെഗറ്റീവ് അഭിപ്രായം പറയുന്നില്ല. നല്ല നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കും. അഭിപ്രായങ്ങൾ നടപ്പാക്കാൻ ഒരുപാട് നിയമ നടപടികളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അവരോട് കുറച്ചുകൂടെ വിശദമായി വ്യക്തമാക്കും. അതായത് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നു ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഈ എടുത്ത തീരുമാനം സംഘടനകളെ ബോധ്യപ്പെടുത്തുകയാണ് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്തായാലും 3.5 മണിക്കൂർ ചർച്ച വെച്ചൊക്കെയാണല്ലോ. ഇനി 3.5 മണിക്കൂർ ചർച്ച വെച്ചിരിക്കുന്ന അവസരത്തില് അതൊന്നും പറയേണ്ട കാര്യമില്ല. അവരോട് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് അഭിപ്രായമൊന്നും ഞാനിപ്പം പറഞ്ഞ ശരിയല്ല. ഞാൻ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് 2-3 മണിക്കൂറുള്ളപ്പം നിങ്ങൾ വെറുതെ വിളിച്ചൊക്കെയാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നത് തുല്യമാണ്. അവരെ വളരെ ബഹുമാനിക്കുന്നുണ്ട്. അവരോട് ഗവൺമെന്റ് എടുത്ത നിലപാട് സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരുടെ അഭിപ്രായവും ബഹുമാനപൂർവ്വം കേൾക്കുന്നു. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരം കടുക്കാൻ സാധ്യത. 74 പേരാണ് മത്സരരംഗത്തുള്ളത്. ഇത്രയധികം നോമിനേഷനുകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഈ മാസം 31-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അടുത്ത മാസം 15-നാണ് തെരഞ്ഞെടുപ്പ്. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ അമ്മ ഭരണസമിതി രാജിവെച്ച് 1 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് വാശിയേറെ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മുതിർന്ന താരങ്ങളുടെ അടക്കം പിന്തുണ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. 74 നോമിനേഷനുകളാണ് ലഭിച്ചത്. അമ്മയുടെ സംഘടനാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയധികം നോമിനേഷനുകൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കടുത്ത മത്സരം ഉറപ്പാണ്. ഈ മാസം 31 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതിനുശേഷമായിരിക്കും മത്സരത്തിന്റെ ചിത്രം ഏകദേശം വ്യക്തമാവുക. അടുത്ത മാസം 15-നാണ് അമ്മ തെരഞ്ഞെടുപ്പ്. നടൻ ഇന്നസെന്റിന്റെ മരണത്തോടെ അമ്മ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ മോഹൻലാൽ ഇനി മത്സരത്തിനില്ല എന്ന് തീരുമാനമെടുത്തതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് നടക്കുന്നത്. നടി ശ്വേത മേനോൻ, ജഗദീഷ്, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നീ 6 പേരാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. നടൻ ബാബുരാജിനെ മത്സരിപ്പിക്കുന്നത് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ വ്യക്തി മത്സര രംഗത്തുള്ളതിനെ വിമർശിച്ചും പിന്തുണച്ചും താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണ വിധേയരായ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം അനൂപ് ചന്ദ്രനും ആസിഫ് അലിയും അടക്കമുള്ളവർ പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ബാബുരാജും ജോയ് മാത്യുവും ഉൾപ്പെടെ 5 പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. കുക്കു പരമേശ്വരനും നവ്യ നായരും അൻസിബിയും മത്സര രംഗത്തുണ്ട്. ഇതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നിരവധി ആരോപണങ്ങളാണ് സിനിമാ മേഖലയിലുള്ള നടന്മാർക്കെതിരെ ഉണ്ടായത്. കള്ളപ്പണ കേസുകളും അതേ തുടർന്നുണ്ടായ പരാതികളും സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവും ഒക്കെ ഈ സമയത്ത് വലിയ ചർച്ചയായി. ആ സാഹചര്യത്തിൽ താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ന്യൂസ് 18 കൊച്ചി. UK സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിലെത്തി. പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രവാസി സമൂഹം ഊഷ്മളമായ സ്വീകരണം നൽകി. മാലയിൽ പരമ്പരാഗത ഇന്ത്യൻ നൃത്തത്തോടെയാണ് മോദിയെ പ്രവാസി സമൂഹം സ്വീകരിച്ചത്. നാളെ നടക്കുന്ന മാലദ്വീപിലെ 60ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി മാലദ്വീപിലെത്തുന്നത്. ഇന്നും നാളെയും മോദി മാലദ്വീപിൽ ചെലവിടും. മുഹമ്മദ് മുയിസു അധികാരത്തിലേറിയതിന് പിന്നാലെ ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളായിരുന്നു. പിന്നീട് മുഹമ്മദ് മുയിസു ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര സന്ദർശനങ്ങൾക്കായി 295 കോടി രൂപ ചെലവഴിച്ചതായി കേന്ദ്ര സർക്കാർ. 2021 മുതൽ 24 വരെയുള്ള കണക്കുകളാണ് കേന്ദ്രം പുറത്തുവിട്ടത്. 2025 US, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് 67 കോടിയിലധികം രൂപ ചെലവഴിച്ചതായും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഡാറ്റയിൽ പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രിയന്റെ ചോദ്യത്തിന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇന്ന് രാവിലെ മുതൽ നടന്ന നാടകീയ സംഭവങ്ങൾ അടക്കം വളരെ വിശദമായി കാണാം. സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും.